സാധിക്ക എന്തൊക്കെയുണ്ട് വിഷയം? ഞാൻ സാധിക്കാനെ കാണാനാണ് വന്നത്. ഞാൻ വരുന്ന വഴിക്ക് സാധിക്കാതെ രണ്ടനിയന്മാരെ കണ്ടിരുന്നു. അവരെ ഇറച്ചി ഏൽപ്പിക്കാൻ വേണ്ടി 3ന്റെ ആവശ്യത്തിന് പോകുന്നു. ഞാൻ അമ്പലത്തിൽ പോയി വരുന്ന വഴിക്കാണ് അവരെ കണ്ടത്. ഞാൻ അമ്പലത്തിലൊന്നും പോകാറില്ല എന്ന് എനിക്കറിയാലോ. നിയാസ് മരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ അമ്പലത്തിൽ പോണത്. അതെനിക്ക് വേണ്ടിയല്ല, അവനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. ഞാൻ അവരെ കണ്ടപ്പോൾ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു. അതിനൊരു തൃപ്തികരമായിട്ടുള്ള മറുപടി അവർ പറഞ്ഞില്ല. അല്ല, എന്താണ് പറഞ്ഞു? എനിക്ക് മനസ്സിലാവണല്ലോ. നിയാസിൻ്റെ കാര്യം പറയാനാണ് ഞാൻ വന്നത്. നിയാസ് എൻ്റെ മടി കിടന്നാണ് മരിച്ചത്. അത് എനിക്കറിയാലോ. അവനിക്ക് 5 ലക്ഷം രൂപ ബാധ്യത ഉണ്ടായിരുന്നു. അവൻ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ബാധ്യതകൾ നിങ്ങൾ ജ്യേഷ്ഠന് അനുജന്മാരൊക്കെ വീട്ടും എന്നവൻ സഹോദരങ്ങൾ വീട്ടും എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പള്ളിയിൽ ഷെഫീർ പറഞ്ഞ കേട്ട് അവനിക്ക് ബാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ, ആരെങ്കിലും വീട്ടാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആരൊന്നും മിണ്ടിയില്ല എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അവൻ്റെ ബാധ്യത ഏറ്റെടുത്ത് വീട്ടി അവനിക്കൊരു മോക്ഷം കൊടുക്കണം. നമ്മപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു ആത്മശാന്തി കിട്ടണമെന്ന് ഞങ്ങൾ ഹിന്ദുക്കളെ ഇതിലുണ്ട്. അതെല്ലാത്തിലും ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ ഞാനത് പറയുമ്പോൾ ഞങ്ങൾ അങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും അവൻ്റെ ബാധ്യത ഞങ്ങൾ വീട്ടി കൊടുക്കണം. നിങ്ങളെ സഹോദരങ്ങളെ ഒരു കടമയാണ്. രാജേഷ് എന്ത് പുറത്തോടി പറയണത്? അവരുടെ കടം ഞങ്ങൾ ഏറ്റെടുക്കാനായിട്ട്. അവൻ ഭാര്യയുടെ മക്കളെ കൊണ്ട് സൂക്ഷിച്ച് ടൂർ നടന്ന് ഉണ്ടാക്കിയ കടം ഞങ്ങളെങ്ങനെ വീട്ടാനാണ്? എൻ്റെ ഇല്ല കടം വീട്ടാനായിട്ട്. അത് നടക്കൂല രാജേഷ്. വേറെ എന്തെങ്കിലും പറയാൻ പറയും. സാധിക്ക് എന്ത് വർത്താനാണ് പറഞ്ഞത്? ടൂർ പോയിന്നാ. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തേ ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ ടൂർ പോകാത്ത. ആ ബെഞ്ചിലുണ്ടാവും, ബാക്കി എല്ലാവരും ടൂറിന് പോകും. ഞങ്ങൾ 2 പേരും പോയിട്ടുണ്ടാവില്ല. നിങ്ങളെ ഈ നിൽക്കുന്ന ഷർട്ടും പാൻറ്റും ഈ വീടും എല്ലാം ഉണ്ടാക്കിയതേ അവൻ്റെ അധ്വാനം കൊണ്ടാണ്. അവന് വെൽഡിങ്ങിൻ്റെ പണിക്കും പോയി, എല്ലാ തരത്തിലുള്ള പണിക്കൊക്കെ പോയിട്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അവൻ പണിക്കുമല്ലേ. അവൻ അധ്വാനിച്ചതിൻ്റെ ഫലമാണ് നിങ്ങൾ ഇട്ടിരിക്കുന്ന ഈ പാൻറ് ഷർട്ടും ഈ വീടും. അത് നിങ്ങൾ ഓർക്കണം. ഇപ്പം അവൻ്റെ 4-5 ലക്ഷം രൂപ ബാധ്യത വീട്ടാൻ നിങ്ങൾക്ക് പറ്റണില്ല. നിങ്ങൊരു ടൂർ പോണ കാശ് പോരെ അവൻ്റെ കടം വീട്ടാൻ? അത് നിങ്ങൾക്ക് സാധിക്കണില്ല അല്ലേ? അവൻ്റെ എല്ലാ ബാധ്യതയും ഞാൻ വീട്ടും, എല്ലാ ബാധ്യതയും ഞാൻ വീട്ടും. നിങ്ങളൊരുത്ത് ആരെങ്കിലും അവനിക്ക് കാശ് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു വന്നാൽ ഈ രാജേഷിന്റെ അടുത്ത് പറഞ്ഞാച്ചോ, രാജേഷ് വീട്ടും. അവനെന്റെ ചങ്കാണ്, അവനെന്റെ ചങ്കാണ്. അവന്റെ കടം ഞാൻ വീട്ടും.